നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ഒരു ആശ്വാസ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് 6 മാസത്തിൽ കൂടുതൽ കാലം വിദേശത്ത് കഴിയുന്ന ദുബായ് വിസക്കാർക്ക് പ്രവേശനാനുമതി ഉണ്ടാകില്ലെന്ന അറിയിപ്പ് വന്നത്. ഇതോടെ ദുബായ്ക്ക് പുറത്ത് താമസിച്ചു വന്നിരുന്ന പല പ്രവാസികളും ആശങ്കയിലായിരുന്നു. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. എന്നാൽ പ്രവാസികൾ അത്തരത്തിൽ ആശങ്കപ്പെടാൻ വരട്ടെ. 6 മാസത്തിൽ കൂടുതൽ കാലം വിദേശത്ത് കഴിയുന്ന ദുബായ് വിസക്കാർക്ക് പിഴയടച്ച് രാജ്യത്ത് തിരിച്ചെത്താനുള്ള സൗകര്യം നിർത്തിയിട്ടില്ലെന്നാണ് GDRFA അറിയിച്ചിരിക്കുന്നത്. 6 മാസത്തിലധികം വൈകിയത് ചികിത്സാർത്ഥമാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും മക്കളുടെ വിദ്യാഭ്യാസം കാരണമാണെങ്കിൽ സ്കൂളിൽ നിന്നുള്ള സാക്ഷ്യപത്രവും നൽകണം. 445 ദിർഹമാണ് റിട്ടേൺ പെർമിറ്റ് നിരക്ക്. 6 മാസത്തിലധികം വൈകിയ ആൾക്ക് GDRFA നിയമം അനുസരിച്ച് ഇന്നലെയും റീ എൻട്രി പെർമിറ്റ് അനുവദിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ ഇതിന് മറുപടി നൽകിയത്. എന്നാൽ ICPയുടെ റീ എൻട്രി പെർമിറ്റ് പരിധിയിൽ ദുബായ് എമിറേറ്റ് വരില്ല. ദുബായ് വിസക്കാർ താമസ കുടിയേറ്റ വകുപ്പിലേക്കാണ്, അതായത് GDRFAയിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പഠനം, തൊഴിൽ, ചികിത്സ എന്നീ കാരണങ്ങളാൽ വിദേശത്ത് തങ്ങേണ്ടി വന്നവരെ സഹായിക്കാനാണ് പ്രധാനമായും ഈ റീ എൻട്രി പെർമിറ്റ് നൽകുന്നത്. 6 മാസത്തിലധികം വിദേശത്ത് തങ്ങുന്നവർ പുനഃപ്രവേശനത്തിന് അപേക്ഷിക്കുന്നത് സ്പോൺസർഷിപ്പ് മാനദണ്ഡമാക്കിയാകണമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. ജോലിക്കാർ കമ്പനി അക്കൗണ്ട് വഴിയും ആശ്രിത വിസക്കാർ സ്പോൺസറുടെ വ്യക്തിഗത അക്കൗണ്ട് വഴിയും അപേക്ഷിക്കണം. വൈകിയതിന്റെ കാരണം അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കണം. സേവനം പ്രയോജനപ്പെടുത്തുന്ന വ്യക്തി സ്വന്തം സ്പോൺസർഷിപ്പിലാണെങ്കിൽ വ്യക്തിഗത അക്കൗണ്ടോ പൊതു അക്കൗണ്ടോ പ്രയോജനപ്പെടുത്തണം. അപേക്ഷയ്ക്കൊപ്പം എമിറേറ്റ്സ് ID, പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പും വേണം. പെർമിറ്റ് ആവശ്യമുള്ള വ്യക്തിയുടെ താമസ അല്ലെങ്കിൽ തൊഴിൽ വിസ കാലാവധി 30 ദിവസമെങ്കിലും ഉണ്ടാകണം. 6 മാസത്തിൽ കൂടുതൽ വൈകുന്ന ഓരോ മാസത്തിനും 100 ദിർഹം വീതം പിഴ ഈടാക്കും. അപേക്ഷ നിരസിച്ചാൽ പിഴ സംഖ്യ തിരിച്ചു നൽകും. സ്വീകരിച്ചാൽ പെർമിറ്റ് ലഭിച്ച തീയതി മുതൽ 30 ദിവസത്തിനകം രാജ്യത്ത് പ്രവേശിക്കണം. മറ്റ് എമിറേറ്റ് വിസക്കാർ റീ എൻട്രിക്ക് അപേക്ഷിക്കുമ്പോൾ എമിറേറ്റ്സ് ID, പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പിനൊപ്പം വൈകിയതിന്റെ കാരണവും ബോധിപ്പിക്കേണ്ടതുണ്ട്. ഇവ സമർപ്പിക്കാതെ അപേക്ഷ നൽകാനാവില്ലെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ 180 ദിവസത്തിൽ കൂടുതൽ തങ്ങുന്ന ഓരോ ദിവസത്തിനും 100 ദിർഹം വീതം പിഴ അടയ്ക്കണം. റെസിഡൻസ് വിസയ്ക്ക് കുറഞ്ഞത് 30 ദിവസത്തെ കാലാവധി ഉണ്ടായിരിക്കണം എന്നതാണ് മറ്റൊരു നിബന്ധന. വ്യക്തിഗത വിസയാണെങ്കിൽ ICP വെബ്സൈറ്റ് വഴിയും അല്ലാത്തവർ അതത് കമ്പനി വഴിയുമാണ് റീ എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.